റൂം മേക്ക് ഓവറിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടാലോ? നമ്മുടെ റൂം വളരെ വൃത്തികേടായിട്ട് കിടന്നൊരു റൂമായിരുന്നു. ആ റൂം നമ്മൾ ഏറെക്കുറെ പകുതിയൊക്കെ സാധനങ്ങളൊക്കെ മാറ്റി, വാൾപേപ്പറൊക്കെ മാറ്റി. അത് പാർട്ട് 1 വീഡിയോയിലുണ്ട്, അത് പോയി കാണണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വാള് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാൾപേപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മീഷോയിൽ നിന്നാണ് കേട്ടോ. 20 എണ്ണം അടങ്ങുന്ന സെറ്റിന് 950 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റില്ല, അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ മീഷോയിൽ ചെന്ന് വാൾപേപ്പറിന് അടിച്ചു കൊടുക്കുമ്പോഴത്തേന് അതിൽ 20 എണ്ണം വരുന്ന സ്റ്റിക്കർ. ഇത് സ്റ്റിക്കറായിട്ടുള്ളൊരു വാൾപേപ്പറാണ്. ഇത് ജസ്റ്റ് പീൽ ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. ഇതിന് ഭയങ്കര പശയാണ്, അപ്പോൾ നമ്മൾ പിടിക്കുന്നിടത്തെല്ലാം കയ്യിലൊക്കെ ഒട്ടി ഒട്ടി വരും. അപ്പോൾ ഒരാൾ പീൽ ചെയ്യുകയോ ഒരാൾ ഒട്ടിച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം നല്ല. അപ്പം ചേട്ടാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ റൂം ഫുള്ളും ഒട്ടിച്ചു കൊടുത്തു. 20 എണ്ണം കൊണ്ട് നമുക്ക് റൂം ഫുള്ളൊന്നും ഒട്ടിക്കാൻ പറ്റിയില്ല, അത്യാവശ്യം നമുക്ക് കവർ ചെയ്യാൻ പറ്റി. പിന്നെ കൊച്ചിൻ്റെ ഒരു സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഡി ടേബിൾ നമ്മൾ പഴയ സ്റ്റഡി ടേബിൾ മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഞാൻ PSC പഠിക്കുന്നതാണ്, എനിക്ക് ഒത്തിരി ബുക്കുണ്ട് കേട്ടോ. ഇനി എന്നിട്ട് ഞങ്ങളുടെ 3 പേർ ഒരു ഫോട്ടോ, പിന്നെ ഒരു പാണ്ട, ലൈറ്റ് കത്തുന്ന ഒരു ലാമ്പ് ഒക്കെ അതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുത്തു. മേളിലായിട്ട് കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു, ആ ബുക്സൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഒരു മണി പ്ലാന്റ് സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് എന്ത് വേണം, നെക്സ്റ്റ് ബെഡ്ഷീറ്റ് മാറ്റണം. ബെഡ്ഷീറ്റും കൂടെ മാറ്റി കഴിയുമ്പോൾ റൂം വേറെ ലെവലായിട്ട് മാറും. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ലൈറ്റ് കളറിലൊരു ബെഡ്ഷീറ്റ് മാറ്റി, പിന്നെ സൈഡിലൊരു ഡോളിനെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് എത്തി കേട്ടോ. ഇത്രയും മേക്ക് ഓവറാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഒരു താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നില്ല. അപ്പോൾ അത് വെച്ച് കഴിയുമ്പോൾ ഞാൻ അതുകൊണ്ട് വീഡിയോ പിന്നെ സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ റൂം മേക്ക് ഓവർ. നമ്മുടെ റൂം മേക്ക് ഓവറൊക്കെ കഴിഞ്ഞു കേട്ടോ. പഴയ ആദ്യത്തെ ആ റൂം വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.